നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങൾ നടത്തിയ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ബാലഗംഗാധര തിലകൻ. നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡൽഹൌസി പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. സതിഹിത ബോധിനി എന്നുള്ളത് രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാ ഓപ്ഷനും ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഇത്ര ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തേത് തെറ്റാണ്. 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൗലത്ത് നിയമം. അടുത്തത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉദ്ധം സിംഗ്. അടുത്തത്. ഇന്ത്യയിൽ ഭരണഘടന പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്താണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്.